ഇന്ന് സൺഡേ. ഈ സൺഡേയിലെ ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം എല്ലാവരും വീഡിയോ കാണുമല്ലേ? അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം കണ്ടാലോ? അതെ, ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പണ്ടെന്നോ ഒരു തവണ ഇതിലെ വന്നിട്ടുണ്ട്. അന്നും ഏകദേശം ഇത്രയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു റോഡ്. ഇങ്ങനെ കുണ്ടും കുഴികളും ചെളികളും ഒക്കെ ഉള്ള റോഡാണെങ്കിലും അടിപൊളി വഴിയല്ലേ, കാണാൻ എന്ത് രസമാണെന്നറിയോ? ഈ പച്ചപ്പിൻ്റെ ഭംഗി, രണ്ട് സൈഡിലുള്ള ഈ പച്ചപ്പിൻ്റെ ഭംഗി ഈ റോഡിനെ അതിമനോഹരമാക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള വഴികളൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്ന് ടാറ് ചെയ്ത് ആണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കി, ഈ ഭംഗി പോവില്ലേ? അതുകൊണ്ട് ഇത് ടാറ് ചെയ്യണ്ട, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി അല്ലേ? നിങ്ങളുടെ ആഗ്രഹം അതല്ലേ? അമ്മോ, ഒരു ബൈക്ക് വന്നു. സത്യമായിട്ട് ഞാൻ അപ്പോൾ ഒന്ന് ഞെട്ടി. കാരണം റൈറ്റ് സൈഡ് കനാലാണ് കേട്ടോ. എന്തായാലും ആ പിള്ളേരത് ഒതുക്കി തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള വഴി കിടക്കുന്നത്. അപ്പം എന്നാലും ഇതൊരു ട്രക്കിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതൊക്കെ ഒരു ത്രില്ലായിട്ട് എടുത്ത് ഞാൻ ദേ ഇങ്ങനെ, പേടി ചെറുതായിട്ടൊക്കെ ഉണ്ട്, അത് ചെറിയ സത്യം പറഞ്ഞാൽ അത് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോവാണ്. പേടി വേറെയൊന്നും അല്ല, അതേ കൊണ്ട് ഇല്ലേ, എന്ത് രസമാണല്ലേ. പക്ഷെ ഇവിടെയൊക്കെ ഇറങ്ങണമെന്നുണ്ട്, വീതി കുറവായതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അതൊരു പാലൊക്കെ ഉണ്ട്. മറന്നുപോയി. ഈ പേടിയുടെ കാരണം എന്താണെന്നറിയോ? വെള്ളത്തെ എനിക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വീതി കുറവായതുകൊണ്ട് വേറെ വണ്ടി വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടോ, ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പോൾ വേറെ വണ്ടി എന്ത് വന്ന് എന്നാ ചെയ്യുന്നത്? അപ്പോൾ ബൈക്കൊക്കെ പൊക്കോളെന്ന് പറഞ്ഞപ്പോഴാണ് ആ ബൈക്ക് വന്നത്. സമാധാനം, നമ്മുടെ സ്ഥലമെത്തി. പക്ഷെ അടിപൊളി വൈബായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം ഇതാണ് മലങ്കരയിൽ, അതായത് മ്രാലയിൽ നിന്ന് നമ്മൾ പോകുന്ന, മ്രാലയിൽ നിന്ന് വലതുവശത്ത് കൂടെ കിടക്കുന്ന വഴിയിൽ കൂടെ പോകുന്നത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ സ്ഥലമെത്തി. ഇതാണ് മലങ്കരയിൽ അരീക്കുത്ത് വെള്ളച്ചാട്ടം. ദേ ലെഫ്റ്റ് കണ്ട ഒരു പാലം, അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ദേ നമ്മളിതേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാണ് കേട്ടോ. ദേ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ദേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അത്യാവശ്യം സ്ഥലമുണ്ട്. ഈ മേളിൽ കിടക്കുന്ന വഴി ഉണ്ടല്ലോ, മുകളിലേക്ക് കിടക്കുന്ന വഴി, അത് മലങ്കര എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ്. അപ്പം ഇനി എന്താ, നമ്മൾ അരീക്കുത്ത് വെള്ളച്ചാട്ടം കാണണ്ടേ? അപ്പം അതേ ഇതാണ് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കനാലൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അതാണ് അരീക്കുത്ത് വെള്ളച്ചാട്ടം. അടിപൊളിയല്ലേ? ഇത് മഴക്കാലത്ത് അതിശക്തമായിട്ടുള്ള, ഇപ്പൊ ഇത്ര ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം ശക്തിയുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പം എന്താ പറയാ, ഇവിടെ നമ്മൾ ഇപ്പം ഇത്തിരി വെള്ളം ഉള്ളൂ എങ്കിലും ഇവിടെ ഇറങ്ങാൻ ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് തൂളി, ഒരു മഴക്കാലം അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ തെന്നിൽ കിടക്കുന്നതുകൊണ്ട് ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ദേ ചെളിയാണ് അങ്ങോട്ട് പോകുമ്പോൾ. എന്നാലും സൈഡിൽ കൂടെ പോകായിരുന്നു, പക്ഷെ നമ്മൾ റിസ്ക് എടുത്തില്ല. അതെന്തിനാ നമ്മൾ വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ വേനൽക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിന് ഇറങ്ങി അതെന്താന്നൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചുറ്റുപാട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ സൺഡേയിൽ നമ്മൾ വന്നത് ഈ അരീക്കുത്ത് വെള്ളച്ചാട്ടത്തിലാണ്. വെള്ളച്ചാട്ടം കാണാനാണ് ഞാൻ വന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സമയത്ത് അത് എന്താണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്നോർത്താണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേയുടെ ഒരു ചെറിയ വിശേഷം ഇതാണ്. ഇനിയുണ്ട് വിശേഷങ്ങൾ. അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ തിരിച്ചിനിയിപ്പോൾ നമ്മൾ തൊടുപുഴയ്ക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ആ ചെളി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താ,
എനിക്കിത് കണ്ടിട്ട് മതിയാവുന്നില്ല. ദേ കണ്ടോ കുറേ കുഴികൾ. അപ്പോൾ ദേ കണ്ടോ, അപ്പോൾ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ രസമല്ലേ നോക്ക്. അപ്പോൾ അങ്ങനെ ദേ നമ്മൾ അരീക്കുത്ത് വെള്ളച്ചാട്ടം കണ്ടു. ഇതാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്ന റോഡില്ലേ, മേളിലേക്ക് കിടന്ന റോഡ്, അതാണ്. അപ്പോൾ അത് എസ്റ്റേറ്റിൻ്റെ അവിടെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അതെ, എന്ത് രസമാണല്ലേ. അപ്പോൾ ഇത് റോഡ് വീതി കൂട്ടുവാണെന്ന് തോന്നുന്നു. അപ്പം അത് കന്നാരയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ബൈക്കിൻ്റെ ഒരു വീൽപാടിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ദേ അത് അപ്പം എന്തായാലും ഇത് വീതി കൂട്ടുമെന്നാണ് തോന്നുന്നത്. നമ്മൾ അവിടെ ആരെയും കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റിയില്ല. സാധാരണ എന്താ പറയുക, നല്ല തിരക്കുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ പേടിച്ചു പോയി, കാരണം ഒരു അനക്കാണ്. ഇപ്പോൾ ഒരു ഗുഹ പോലൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുള്ളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തോ കാലിൽ ഒരു ഇതുപോലെ തോന്നി. അപ്പോൾ ഇച്ചിരി തെന്നലുണ്ട്, അതാണ് അങ്ങനെ. ഇത് തിരിച്ചു വന്നപ്പോൾ ദേ കുട പോലെ ഒരു മരം കണ്ടോ. താഴെ ഒരു വീടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ നേരത്തെ വന്നപ്പോൾ അവിടെ അന്ന് ആൾതാമസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ദേ ഇതെന്താ സംഭവം എന്നറിയോ? ഞാനേ ഒരു നൊസ്റ്റാൾജ, അതായത് നമ്മൾ ബസ്സിനൊക്കെ കൈ കാണിച്ച് നിർത്തൂലേ, അപ്പം അങ്ങനെയൊന്ന് നോക്കിയതാണ്. പക്ഷേ നിർത്തിയില്ല, ഞാൻ ചമ്മിപ്പോയി. പക്ഷേ എന്നെ ചമ്മിച്ചതായിരുന്നു, എന്നെ പറ്റിച്ചതാണ്. തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, ദേ വീണ്ടും ബൈക്ക് അവരും ഒതുക്കി തന്നു. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് തൊടുപുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇത് എവിടെയാണ് വഴിയെന്ന് വെച്ചാൽ ദേ ഒരു ചേച്ചി വരുന്നത് കണ്ടോ. ചേച്ചി വിചാരിച്ചു അയ്യോ മാറി നിന്നില്ലെങ്കിൽ ഒന്നാമത് ചെളിയും തെറിക്കും, പിന്നെ മാറി നിൽക്കാതെ നിവൃത്തിയില്ലല്ലോ, വീതി കുറവല്ലേ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടു. ഈ പോകുന്ന വഴിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ തിരിച്ച് ദേ പോയിക്കൊണ്ടിരിക്കുന്നു. ദേ ഇങ്ങനെ ചെന്ന് നമ്മളിനി മെയിൻ റോഡിൽ ടാറിംഗ് റോഡിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പം നമ്മളിനി നേരെ ദേ കണ്ടോ റോഡ്, അവിടുന്ന് ദേ ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദേ കാണുന്നുണ്ടോ മെയിൻ റോഡ്, അതാണ് തൊടുപുഴ മൂലമറ്റം അല്ലെങ്കിൽ തൊടുപുഴ ഈരാറ്റുപേട്ട റോഡിൽ മ്രാല എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ തൊടുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ കണ്ടോ ഒരു കഴുത, കുതിര. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു. ഇനിയുണ്ട് കുറേ വിശേഷങ്ങൾ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് കാണണ്ടേ. അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണില്ലേ. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.